ഹായ്, എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം മെട്രോ ആ ഒരു വലിയ സ്വപ്നമുണ്ടല്ലോ, അത് വെറും സ്വപ്നമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ അടയാളങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നഗരത്തിൽ നമ്മളിപ്പോൾ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം. ആ പട്ടം ജംഗ്ഷൻ. തിരുവനന്തപുരത്തുള്ളവർക്ക് ഈ ചോദ്യം കേൾക്കുമ്പോഴേ ഒരു മടുപ്പ് വരും അല്ലേ? പട്ടം മാത്രമല്ല, ശ്രീകാര്യം, ഉള്ളൂർ, സിറ്റിയിലെ ഈ പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് നമ്മുടെ എത്ര സമയമാണ് പോകുന്നത്. പക്ഷേ ഒരു സന്തോഷവാർത്തയുണ്ട്, ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവാണ്. അതെ, ആ മാറ്റത്തിന്റെ ഏറ്റവും വ്യക്തമായ സൂചനകളാണ് നമ്മളിപ്പോൾ സിറ്റിയിൽ പലയിടത്തും കാണുന്ന ഈ പണികളെല്ലാം. ഇത് വെറുതെ റോഡ് നന്നാക്കുന്ന പരിപാടിയല്ലാട്ടോ, നമ്മുടെ നഗരത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയുടെ മുന്നൊരുക്കമാണിത്. അതെ, അതാണ് ശരിക്കുള്ള പോയിന്റ്. നമ്മൾ കാണുന്ന ഈ ഫ്ലൈ ഓവറുകളൊന്നും വെവ്വേറെ നിൽക്കുന്ന സംഭവങ്ങളല്ല. ഇതെല്ലാം കൂടിച്ചേർന്ന് ഒരു വലിയ കാര്യത്തിലേക്കാണ് പോകുന്നത്: നമ്മുടെ സ്വന്തം തിരുവനന്തപുരം മെട്രോ. അപ്പോ എത്ര വലുതാണ് ഈ പ്രൊജക്റ്റ് എന്നറിയാമോ? സർക്കാർ അംഗീകാരം കൊടുത്തിരിക്കുന്നത് 31 കിലോമീറ്റർ നീളമുള്ളൊരു മെട്രോ ലൈനിനാണ്. ഓർക്കണം, 31 കിലോമീറ്റർ. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഒരുങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്താണ് ഈ പ്രിപ്പറേറ്ററി ഫ്ലൈ ഓവർ എന്ന്? സംഭവം സിമ്പിളാണ്. നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് നല്ല സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ഇടില്ലേ? അതുപോലെ തന്നെ താഴെ വാഹനങ്ങൾക്ക് പോകാൻ ഒരു 4 വരി മേൽപ്പാലം. അതിന്റെ മുകളിലത്തെ തൂണുകളിലായിരിക്കും നമ്മുടെ മെട്രോയുടെ പാളങ്ങൾ വരാൻ പോകുന്നത്. അതായത് ഒരു പിടിക്ക് 2 പക്ഷി. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ പ്രധാനമായും 3 ഫ്ലൈ ഓവറുകളുടെ പണിയാണ് പല ഘട്ടങ്ങളിലായി നടക്കുന്നത്: ശ്രീകാര്യം, ഉള്ളൂർ, പിന്നെ പട്ടം. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം എവിടെ വരെയായി കാര്യങ്ങളെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ പ്രോഗ്രസ് റിപ്പോർട്ട് ടൂറ് നമുക്ക് ശ്രീകാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അവിടെയാണ് കാര്യങ്ങളൊക്കെ ഏറ്റവും സ്പീഡിൽ നടക്കുന്നത്. ഒരു പച്ചക്കൊടി കാണിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരവസ്ഥ. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഒഫീഷ്യൽസ് തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പുരോഗമിക്കുന്നത് ഈ ഫ്ലൈ ഓവറാണെന്ന്. അതൊരു നല്ല വാർത്തയല്ലേ? ദാ ഈ നമ്പർന്ന് നോക്കിക്കേ, 90%. അതെ, ഈ കേബിള് മാറ്റുന്നതും ഓടകൾ പണിയുന്നതും പോലെയുള്ള പ്രിലിമിനറി വർക്ക്, അതായത് ആദ്യഘട്ട പണികൾ, അതിന്റെ 90% തീർന്നു കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്നല്ലേ? ഉടനെ തന്നെ 2 സൈഡിലും സർവീസ് റോഡിന്റെ പണി തുടങ്ങും. അതങ്ങ് കഴിഞ്ഞാല് നേരെ മേൽപ്പാലത്തിന്റെ മെയിൻ പണിയിലേക്ക് കടക്കും, അതായത് പൈലിംഗ് വർക്കുകളിലേക്ക്. അപ്പോ എല്ലാം ഒരു ഓർഡറിൽ, ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സാരം. ഓക്കേ, ശ്രീകാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഉള്ളൂരിലേക്ക് വിടാം. ഇവിടെ കാര്യങ്ങൾ ശ്രീകാര്യത്തെ പോലെ അത്ര സ്പീഡിലല്ല. പണി തുടങ്ങിയിട്ടില്ല, പക്ഷേ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഒരു യെല്ലോ സിഗ്നല് കത്തി നിൽക്കുന്ന അവസ്ഥയിലാണെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലാൻഡ് അക്വസിഷനിലാണ്, അതായത് സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികൾ. മെഷീനൊക്കെ ഇറക്കി പണി തുടങ്ങണമെങ്കിൽ ഈ പേപ്പർ വർക്കൊക്കെ ആദ്യം തീർക്കണമല്ലോ. ആ ഒരു സ്റ്റേജിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉള്ളൂർ ഫ്ലൈ ഓവറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 443 മീറ്റർ നീളം വരും. പിന്നെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള ആ ഒരു കയറ്റമില്ലേ, അത് കുറച്ച് സ്മൂത്താക്കാൻ വേണ്ടി ഇതിന്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ ചെറിയ കാര്യവും അവർ എത്ര ശ്രദ്ധയോടെയാണ് പ്ലാൻ ചെയ്യുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ടൂറിലെ അവസാനത്തെ സ്റ്റോപ്പ് പട്ടം. ഇവിടാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. പട്ടത്തെ പ്രൊജക്ടിന് ഇപ്പോൾ റെഡ് സിഗ്നലാണ് കത്തി നിൽക്കുന്നത്. എന്താണ് സംഭവമെന്ന് നോക്കാം. അതെ, പട്ടം ഫ്ലൈ ഓവറിന്റെ പണികളെല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം ഡിസൈൻ ഒന്നുകൂടി റീവർക്ക് ചെയ്യണമെന്നുള്ളതാണ്. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യം പിടികിട്ടും. എന്തുകൊണ്ടാണ് പണി നിർത്തിവെച്ചത് എന്നതിന്റെ കാരണം ഇതാണ്. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് മെട്രോ ലൈൻ നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ പുതുതായി അംഗീകരിച്ച റൂട്ട് അനുസരിച്ച് മെഡിക്കൽ കോളേജിനെ കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി ലൈൻ ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായും ആ പുതിയ റൂട്ടിന് ചേരുന്ന രീതിയിൽ ഫ്ലൈ ഓവറിന്റെ ഡിസൈനും മൊത്തത്തിൽ മാറ്റേണ്ടി വന്നു. അതാണ് ഈ താമസം. പക്ഷേ ഇതിനിടയിലും ഒരു നല്ല വാർത്തയുണ്ട്. ഈ ഫ്ലൈ ഓവറിന് വേണ്ട സ്ഥലമെടുപ്പ് ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതായത് പുതിയ ഡിസൈൻ റെഡിയായി വന്നാൽ ഉടൻ തന്നെ പണി തുടങ്ങാം. അതിനുള്ള തടസ്സങ്ങളൊന്നും പിന്നെയില്ല. അപ്പോൾ നോക്കിക്കേ, 3 സ്ഥലത്ത് 3 സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും ഈ 3 പ്രൊജക്റ്റുകളും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്: തിരുവനന്തപുരം മെട്രോ എന്ന വലിയ സ്വപ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ പാകുകയാണിവിടെ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ടേബിൾ നോക്കാം. ശ്രീകാര്യം പച്ചക്കൊടി, അതിവേഗത്തിൽ മുന്നോട്ട്. ഉള്ളൂർ യെല്ലോ ലൈറ്റ്, സ്ഥലമെടുപ്പും അനുമതികളും നടന്നുകൊണ്ടിരിക്കുന്നു. പട്ടം റെഡ് സിഗ്നൽ, പുതിയ ഡിസൈനിന് വേണ്ടി കാത്തിരിക്കുന്നു. ക്ലിയറല്ലേ?
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 ഫ്ലൈ ഓവറുകളും പൂർത്തിയാവുന്നതുവരെ മെട്രോയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അതായത് മെയിൻ തൂണുകളും പാളങ്ങളുമൊക്കെ ഇടണമെങ്കിൽ ഈ 3 പണിയും തീരണം. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷനൊക്കെ റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയുടെ മുഖം തന്നെ മാറ്റാൻ പോകുന്ന ആ മെട്രോ എന്ന സ്വപ്നത്തിന്റെ അടുത്ത വലിയ ചുവടുവയ്പ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.